ഹലോ, ഇന്ന് എനിക്കൊരു വർക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ. വളരെ പീസ്ഫുള്ളായിട്ട് പോയൊരു ദിവസത്തെ വ്ളോഗാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ജിമ്മിൽ പോകും. ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങും. എന്നിട്ട് ഒരു 6, 7 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കോഫിയൊക്കെ കുടിക്കാൻ കയറും കേട്ടോ, തോന്നുന്ന സമയത്ത്. അപ്പോൾ ഇന്ന് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ട് കടയിലാണെന്നുണ്ടെങ്കിൽ പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ടെംപ്റ്റേറ്റഡ് ആയെങ്കിലും ഹെൽത്ത് നോക്കണമല്ലോ. ജിമ്മിൽ പോകുന്ന ടൈമിൽ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പുഴുങ്ങിയ പഴമൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ കത്തി വെക്കാൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കത്തി വെച്ചുകൊള്ളും. നല്ലതായിട്ട് സംസാരിക്കുന്ന ടൈപ്പാണ് കേട്ടോ ഞാൻ. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഓഫീസിലെ കാര്യങ്ങളും പിന്നെ വീട്ടിലെ പിന്നെ നോർമലി ഹോസ്റ്റലിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെന്നിട്ട് വേണം ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ഹോസ്റ്റലിൽ ചെന്നിട്ട് റെഡി ആയിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്, ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 2 years ബാക്ക് ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നല്ലൊരു ലോങ് ഗ്യാപ്പ് വന്നു, ഒരു 2 years ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീണ്ടും ജിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേലൊക്കെ നല്ല വേദനയുണ്ട്. വേദനയൊക്കെ സഹിച്ച് പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. നടക്കാനും ഒക്കെ നമുക്ക് എന്താ പറയുക, കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നല്ലതായിട്ട് പഞ്ചറായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ കോഫിയും പഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി സമയം പോകുന്നത് എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. ഡെയിലി രാവിലെ ഞാൻ ഓട്ടമാണ് കേട്ടോ, ഓട്ടത്തോടോട്ടം. എനിക്കറിയത്തില്ല എത്ര പേരിങ്ങനെയാണെന്ന്. എങ്ങനെ പ്ലാൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ സമയമാകുമ്പോഴത്തേനും കുളിക്കാനും ഫ്രഷ് ആവാനും ലഞ്ച് പായ്ക്കാനും എല്ലാം ഒരു ഓട്ടമാണ്. ഓടിപ്പോയി ഹോസ്റ്റലിലെ കാര്യം അറിയാമല്ലോ. ഹോസ്റ്റലിലൊക്കെ ഒരു എൻജോയ്മെൻറ്റും കൂടിയാണ്. എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് റെഡിയായിട്ട് അങ്ങനെ ഓഫീസിൽ പോകാൻ ഇറങ്ങി. കുറച്ച് ദൂരം നടക്കണം കേട്ടോ. എനിക്കിപ്പം ഇവിടുന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. കുറച്ച് ദൂരം നമ്മൾ നടക്കണം കേട്ടോ. അപ്പോൾ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ പൂവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് അടിപ്പടി സമയമുണ്ടെങ്കിൽ, സമയമില്ലെങ്കിൽ ഓട്ടം. അങ്ങനെ ഓഫീസിൽ വന്നു. ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും ഇവിടെ നല്ല മഴ കേട്ടോ, നല്ല മഴ. ഓഫീസിൽ ഞാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം മഴയത്ത് നടന്ന് തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ച് വരണം. തിരിച്ച് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഒരു ബർഗർ കഴിച്ചു. ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വന്നു. അത്യാവശ്യം നല്ല ബർഗറായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സമാധാനമായിട്ടിരുന്ന് അത് കഴിച്ചു. ഹലോ, വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ സമയമാകുമ്പോഴാണ് നമ്മൾ ഫ്രീ ആവുന്നത്, ഓഫീസൊക്കെ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് മിക്കവാറും സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ ഈ ടൈം ആകുമ്പോഴാണ് കേട്ടോ ഇറങ്ങുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെരുപ്പൊക്കെയാണ് നോക്കിയത്. ഈ സെക്ഷനിൽ അടിപൊളി ചെരുപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ ലൈറ്റ് ബ്രൗൺ, ക്രീം, അതുപോലെ റെഡ് ഷെയ്ഡൊക്കെ വരുന്ന ഫുഡ് വെയർസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബോയ്സിൻ്റെ സെക്ഷനും ഗേൾസിൻ്റെ സെക്ഷനും ഒക്കെ അരിച്ച് പറക്കി സെലക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. പൊതുവേ എനിക്കൊരു കാര്യം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ എന്താ പറയുക, പെട്ടെന്നൊന്നും എനിക്കൊരു സാധനം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കുറേ ഇങ്ങനെ നോക്കി അങ്ങനെ ആ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നേക്കാണ്. അപ്പോൾ എനിക്ക് കുറേ ലെഗിങ്സ് എടുക്കണമായിരുന്നു. കാരണം ഡെയിലി വെയേഴ്സിനുള്ള ലെഗിങ്സ് എനിക്ക് എപ്പോഴും എന്താ കളറൊക്കെ പോകുന്നതും എടുക്കുന്നതും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ പുതിയത് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്കത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നു. പക്ഷെ അത് ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തോ ഇട്ട് കണ്ടപ്പോൾ എനിക്കൊരു ചേർച്ചയില്ലാത്ത പോലെ തോന്നി. അങ്ങനെ അത് എടുത്തില്ല. ബാക്കി ലെഗിങ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ല് ചെയ്ത് പുറത്തിറങ്ങുകയാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഇനി നമ്മുടെ ലക്ഷ്യം ഫുഡ് കഴിക്കുന്നതാണ്. പുറത്ത് എപ്പോൾ ഇറങ്ങിയാലും ഫുഡ് കഴിക്കാണ്ട് തിരിച്ചു പോകാൻ ഒരിക്കലും മനസ്സ് വരത്തില്ല. അപ്പം നമ്മൾ അവിടെ ഉള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. 1-2 സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചു. ഫുഡാണ് നമ്മുടെ ഇനി അടുത്ത പ്രയോറിറ്റി. നമ്മൾ മിക്കവാറും പുറത്ത് വന്ന് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ കയറാറുള്ള ഒരു കടയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനാമിക് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടറായിട്ട്. അത് വന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ഡിപ്പിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അത് കഴിച്ചിട്ട് നമ്മളിങ്ങനെ അടുത്തത് ഇങ്ങനെ മെനുവിൽ നോക്കിക്കൊണ്ടിരിക്കുക, എന്ത് വാങ്ങണം. ഇത് പക്ഷേ അടിപൊളി, എന്താ പറയുക, ഉള്ളിൽ വന്നിട്ട് ക്രിസ്പി ആയിട്ട് ഉള്ള ചിക്കനിൽ നല്ല ഡിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ട, പിന്നെ കബാബ്, ചിക്കൻ ഫ്രൈ ഇതൊക്കെയായിരുന്നു കേട്ടോ. കബാബിന് തന്നെ നമ്മൾ ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ബീഫിൻ്റെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി. ഡ്രൈ ആയിട്ട് കുറച്ചൊരു എന്താ പറയുക, സോഫ്റ്റ്നെസ് ഇല്ലാത്തതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബീഫിൻ്റെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റും ജ്യൂസിയുമായിരുന്നു. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന്. ബീഫ് കുറച്ചും കൂടി ജ്യൂസിയായിരുന്നു. അതുപോലെ നല്ല ഫുഡായിരുന്നു. ട്രിവാൻഡ്രത്ത് ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാമെന്ന് ഓർക്കുമ്പോൾ തന്നെ മൈൻഡിൽ എപ്പോഴും വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ സംസം. ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് എന്താ പറയുക, നമ്മുടെ ഏത് ടൈപ്പിലെ ഫുഡ് വേണോ എല്ലാം ഉണ്ട്.
എനിക്ക് അതിലൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു ഫാക്ടർ അതാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ബാഡ്മിൻ്റൺ കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികളാണ് കേട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം. നാളെ നേരത്തെ എണീക്കാനുള്ളത്. അപ്പോൾ ഗുഡ്